ചേട്ടാ, സതീശന്റെ നുണകൾ ഇടയ്ക്ക് വെച്ച് ഡിവൈഎഫ്ഐ തുടങ്ങിയ ഒരു പേജ് ആയിരുന്നു സതീശന്റെ നുണകൾ. ഔദ്യോഗികമല്ല, അതെ, അനൗദ്യോഗികമായിട്ട് തുടങ്ങിയൊരു പേജാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സതീശന്റെ ഫോളോവേഴ്സൊക്കെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൊക്കെ എല്ലാവരും കൂടെ റിപ്പോർട്ട് ചെയ്ത് ആ പേജൊക്കെ പൂട്ടിച്ചു. അതോ സതീശന്റെ നടപടിയാണോ എന്ന് നോക്കി കാണുന്ന ആളുകളുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവാണല്ലോ. യഥാർത്ഥത്തിൽ വീണ്ടും ആ പേജ് തുടങ്ങാൻ പോവുകയാണ്. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ഇവർക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. ഇടതുപക്ഷത്തിന് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അടച്ച് വയ്ക്കുന്ന പരിപാടിയാണ് ഇവന്മാരുടെ. ഇപ്പൊ നമ്മൾ കണ്ടു, ഈ പിണറായി വിജയനും മോഹൻലാലും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടു. ഇരുവർ എന്നായിരുന്നു അതിന്റെ പേര്. കുറെ ചർച്ച ചെയ്തു. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന്റെ വീട്ട് പിണറായി വിജയൻ പറയുന്നത് നാട്ടുകാരെ കേൾപ്പിക്കണമെങ്കിൽ മോഹൻലാൽ കൂടെ പോയി ഇരിക്കേണ്ടെന്ന അവസ്ഥ വരെ എത്തി. അങ്ങനെയാണ് ജനം കാണുന്നത്. പിണറായി വിജയൻ എന്തൊക്കെയോ ഞാനെന്തോ മഹാസംഭവമാണ് എന്ന് ആളുകളെ പറഞ്ഞ് ഫലിപ്പിക്കാനുണ്ട്. അത് ജനങ്ങൾ കേട്ടിരിക്കത്തില്ല. ഈ മോന്ത എത്ര നേരം കണ്ടുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചിട്ട് കൊള്ളാവുന്നൊരു മോഹം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മോഹൻലാലിനെ പിടിച്ചിരുത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ നാട്ടിൽ എത്രയോ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഇനി അതുകൊണ്ട് അതൊരു BJP നേതാവിന്റെ പരാമർശം. VD സതീശൻ പറഞ്ഞതുപോലെ നമ്മുടെ നാടിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി, നാടിന്റെ ജനപ്രിയനായ ഒരു നടൻ, അദ്ദേഹത്തെ ഇന്റർവ്യൂ എടുക്കുന്നതിന് ഇപ്പൊ എന്താ? അദ്ദേഹം ചിരിക്കുന്നത് നമുക്കൂടെ ഒന്ന് കാണാലോ, എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് വളരെ മാന്യമായ ഒരു പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ എടുത്തത്. ഇനി ഡിവൈഎഫ്ഐയുടെ ഈ പരിപാടി, രാഹുൽ പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐയുടെ പരിപാടി സതീശന്റെ നുണകൾ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനാണ്. പല മണ്ഡലങ്ങളിലും പല ആളുകളും വന്ന് സതീശൻ പറഞ്ഞ നുണകൾ എന്ന പേരിൽ വന്നിരുന്ന് സംസാരിക്കുന്നു. നമ്മുടെ റിനി ആന്റോണിന്റെ അച്ഛനൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് എവിടേക്കോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങൾക്കും പിന്നാമ്പുറത്ത് പലത് ചോദ്യങ്ങളോട് ഉയർന്ന് കേൾക്കുകയും ചെയ്യും. അതുപോട്ടെ, പുള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് പറയാതെ. ഇനി അടുത്തൊരു കാര്യം, ഈ പേജ് പൂട്ടിപ്പോയത് സതീശന്റെ നുണകൾ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് അതിൽ ആളുകൾക്ക് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ഇടാം. ഈ പരിപാടിയുടെ വീഡിയോ ക്ലിപ്പുകളൊക്കെ അതുവഴി ഷെയർ ചെയ്യാം. നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ, ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, നുണറായി ഫലിതങ്ങൾ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. ഇത് UDF-ന്റെ ക്യാമ്പയിൻ ആയിരുന്നു. അത് UDF-ന്റെ ഔദ്യോഗികമല്ല, അനൗദ്യോഗിക. അതായത് UDF-നെ ഇഷ്ടപ്പെടുന്ന, കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന തുടങ്ങുന്ന ഒരു പേജ്. അതിന് BJP-കാർ തുടങ്ങിയാണെന്ന് അറിയത്തില്ല കേട്ടോ. അവരൊരു പേജ് തുടങ്ങി, നുണറായി ഫലിതങ്ങൾ. നല്ല രസകരമായ ഇയാളുടെ മണ്ടത്തരങ്ങൾ, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഈ അന്തം കമ്മികളുടെയൊക്കെ മണ്ടത്തരങ്ങൾ ഷെയർ ചെയ്യുന്ന ഒന്നായിരുന്നു ഈ നുണറായി ഫലിതങ്ങൾ. അതിനെ കോപ്പി അടിച്ചിട്ടാണ് സതീശന്റെ നുണകൾ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് മൊത്തം അങ്ങ് നുണയും, ഇവന്മാർ കാണിക്കുന്നതൊക്കെ അങ്ങ് ശരിയുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സൈബർ UDF, സൈബർ കോൺഗ്രസ്സുകാർ അതങ്ങ് പൂട്ടിച്ചു. അത് യുവമാർ പറയുന്നത് കനകോല് പൂട്ടിച്ചു, മറ്റേതാണ് മറിച്ചിടുന്നത്. അങ്ങനെയൊന്നുമല്ല. ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് മെറ്റയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മെറ്റ അക്കൗണ്ട് പൂട്ടും. ഇനി ഇവന്മാർ ഇതേ പേരിൽ തന്നെ വീണ്ടും തുടങ്ങിയാൽ അതും പൂട്ടും. അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം, അതിന് ഒരു കനകോലും വേണ്ട, ഒരു PR ടീമും വേണ്ട. VD സതീശനെ ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ KFC-കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ തന്നെ മതി എന്നുള്ളതാണ്. ഇനി UDF തിരിച്ചൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണെന്ന് വെച്ചോ, ഇതിനേക്കാൾ എത്രയോ എളുപ്പമായിരിക്കും. സതീശന്റെ നുണകൾ എന്ന പേജിന് പകരം പിണറായിയുടെ തള്ളലുകൾ, അല്ലെങ്കിൽ മുഖ്യന്റെ തള്ളലുകൾ എന്ന് പറഞ്ഞ് ഒരു പേജ്. അല്ല, എനിക്ക് തോന്നുന്നു മുഖ്യന്റെ തള്ളലിനേക്കാൾ കൂടുതൽ ഏറ്റവും നല്ലത് ഗോവിന്ദൻ മാഷിന്റെ തള്ളലുകളായി. അല്ല, പിണറായി വിജയൻ വാ തുറന്നിട്ട് എത്ര ഗോവിന്ദ മാഷിനെയൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു? ഒരു സഖാക്കന്മാർ പോലും മൈൻഡ് ചെയ്യുന്നില്ല രാഹുൽ. വെറുതെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യാതെ. ഗോവിന്ദ മാഷ് മാത്രമാണ് ഇവർക്ക് തിരിച്ച് ബ്രാൻഡ് ചെയ്യാൻ ആരൊക്കെയുണ്ട്? പ്രതിപക്ഷ നേതാവ് VD സതീശനെ ടാർഗറ്റ് ചെയ്യണം, KC വേണുഗോപാലിനെ ടാർഗറ്റ് ചെയ്യണം, രമേശ് ചെന്നിത്തലയെ ടാർഗറ്റ് ചെയ്യണം, ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണം? അല്ല, മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് എത്ര വർഷം? എന്തിനാ? അതുകൊണ്ട് മോഹൻലാലിന്റെ കൂടെ വന്നിരുന്ന് കേട്ടില്ലേ നിങ്ങൾ പുള്ളിക്ക് പറയാനുള്ളതൊക്കെ? പുള്ളിയുടെ പട്ടികഥയും പാകകഥയും പിന്നെ സംസ്കൃത കഥയും ഒക്കെ നമ്മൾ കേട്ടില്ലേ? ജനങ്ങൾക്ക് വേണ്ടെന്ന് എന്തെങ്കിലും ചോദിച്ചോ മോഹൻലാല്? ഇല്ല. ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ചോദിച്ചാ? ഇല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയില്ലോ, പുറത്തു വന്നായിരുന്നല്ലോ, അതിന്റെ അനന്തര നടപടികളെ പറ്റി മോഹൻലാൽ ചോദിച്ചാ? ഇല്ല, ചോദിച്ചില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ MV ഗോവിന്ദനൊക്കെ എന്താ ഒരു 36 ക്യാമറകളുടെ മുന്നിൽ വെച്ച് ഒരു മന്ത്രിയുടെ കൈ പിടിച്ചു തിരിച്ചു, കഴുത്ത് പിടിച്ചു തിരിച്ചു എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി, ഇപ്പൊ പറയുന്ന എന്തോ പിന്നെ പറയുന്ന എന്തോ ഓർമ്മ പോലും ഇല്ലാത്ത ഒരു പുള്ളിക്കാരൻ എന്തിനാ പുള്ളിയെ കൊണ്ടുപോയി തള്ളാൻ നിൽക്കുന്നത്? പുള്ളിയെ സംബന്ധിച്ച് സാങ്കല്പിക ചോദ്യങ്ങൾക്ക് സാങ്കല്പിക ഉത്തരം നൽകാത്ത ഒരു നേതാവാണ് അദ്ദേഹം. സാങ്കല്പിക ചോദ്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞാണ് ഒരു ഇന്റർവ്യൂല്, അദ്ദേഹത്തിനോട് ഡയറക്റ്റ് വെള്ളാപ്പള്ളിയുടെ കാര്യം ചോദിച്ചപ്പം സാങ്കല്പിക ചോദ്യങ്ങൾക്ക് ഞാൻ സാങ്കല്പിക ഉത്തരം തരികയില്ല. ഞാൻ പുള്ളി മറ്റേ പുള്ളി ഉള്ളിച്ചിരിക്കുകയാണ്. പുള്ളി ഒരു താത്വികാചാര്യന്റെ വേഷം എടുത്ത് അണിഞ്ഞേക്കാണ്.
എന്നിട്ട് ആർക്കും മനസ്സിലാവും. പി രാജീവിനോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റും, പുള്ളി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അത് പിന്നെ ഇച്ചിരിയും കൂടി നമുക്ക് വിചാരിക്കും ഇതെന്തോ സീരിയസ് സംസാരമാണ്. ഈ പുള്ളി ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും അത് മണ്ടത്തരമാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഈ എം വി ഗോവിന്ദന്റെ വൈറ്റൊക്കെ എടുക്കാൻ പോകുന്ന മാധ്യമപ്രവർത്തകർക്ക് ചിരി അടക്കാൻ വേണ്ടി എന്ത് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്. നോക്ക്, ഇനി തള്ളൽ വിജയനെന്നോ പിണറായി വിജയന്റെ തള്ളലുകളെന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് UDF അങ്ങ് തുടങ്ങുകയാണെന്ന് വെച്ചോ. എന്തുമാത്രം തള്ളലുകൾ ഈ നാട്ടുകാർക്ക് കൊണ്ടുവന്നതിനകത്തിടാം. ഞാൻ അതിനകത്ത് മികച്ച കുറച്ച് തള്ളലുകൾ രാഹുലിന് പറഞ്ഞുതരാം. ഈ പേജ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം ഇടാൻ പറ്റുന്ന കുറച്ച് തള്ളലുകൾ. ഒന്ന്, കേരളയിൽ വരും കേട്ടോ. മികച്ച തള്ളലായിരിക്കത്തില്ലേ? തൃക്കാക്കരയിൽ പുള്ളി പ്രസംഗിച്ചല്ലോ. മുകളിൽ കേരള, നടുക്കൂടെ കൊച്ചിൻ മെട്രോ, അതിന്റെ താഴെ വാട്ടർ മെട്രോ. കേരളയിൽ വരും കേട്ടോ. മികച്ച തള്ളലായിരുന്നേ. നമ്പർ 1 ഇടാം. 2, മടങ്ങി വരുന്ന പ്രവാസികൾക്ക് 6 മാസത്തെ ശമ്പളം കൊടുക്കും കേട്ടോ. നിങ്ങൾ ഗൾഫിൽ എങ്ങും പോയി പണിയെടുക്കണ്ട, ഇങ്ങ് വന്നാ മതി, 6 മാസത്തെ ശമ്പളം. പ്രസംഗിച്ചതാരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടന്നോ? ഇല്ല. അപ്പൊ എന്താ അത്? മികച്ച തള്ളൽ നമ്പർ 2. 3, ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ്, ഞങ്ങൾ ബാറുകൾ പൂട്ടും കേട്ടോ. എങ്ങനെയുണ്ട്? മികച്ച തള്ളൽ നമ്പർ 3. യശശരീരായ മലയാളികൾ എന്നെന്നും ആരാധനയോടെ മാത്രം കണ്ടിട്ടുള്ള സഖാവ് ഇന്നസെന്റിനെയും സഖാവ് KPSC ലളിതയും സ്വർഗലോകത്ത് പോലും സമാധാനത്തോടെ ഇരുത്താത്ത ഒരു തള്ളലായി പോയി. ഈ പുള്ളിയും വന്ന് തള്ളി. പണ്ട് 11 മണി വരെ തുറന്നു വെച്ചിരുന്ന ബാറ് 12 മണി വരെ, 10 മണി മുതൽ 12 മണി വരെ തുറക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. കേരളം എന്ത് മാറ്റമാണ് വന്നത്? ന്യൂയോർക്കിനേക്കാൾ മികച്ച റോഡുകളാണ് കേരളത്തിലേത്. ബെസ്റ്റ് തള്ളൽ. പുള്ളി ന്യൂയോർക്കിൽ ചികിത്സയ്ക്ക് പോകുന്നതുകൊണ്ട് അറിയാം. നമുക്കറിയൂല ന്യൂയോർക്കിലെ റോഡുകൾ എത്ര മോശമാണോന്ന്. ഇതിനേക്കാൾ മികച്ച റോഡെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ മോശമായിരിക്കണമല്ലോ അവിടുത്തെ റോഡ്. ട്രംപിന് ഒരു കത്ത് എഴുതി ചോദിക്കണം. LDF വന്നാൽ സാധനങ്ങൾക്ക് വില കുറയും, 5 വർഷം വിലവർദ്ധനം ഉണ്ടാകില്ല കേട്ടോ. ആരുടെ തള്ളല? മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൺ ഓഫ് ദ ബെസ്റ്റ്. ഈ പ്രിന്റ് ചെയ്ത് വന്നല്ലോ ഈ വാർത്ത. ഇത് പ്രിന്റ് ചെയ്ത് വന്ന ദേശാഭിമാനിക്കടക്കം 5 വർഷത്തിനിടയിൽ വില കൂടി. 1 രൂപയ്ക്ക് കിട്ടുന്ന ബൂമറിന് മാത്രമാണ് വില കൂട്ടാത്തത്. വിക്സ് മുട്ടായിക്ക് പോലും 2 രൂപയായി. 50 പൈസക്ക് കിട്ടിക്കൊണ്ടിരുന്ന തീപ്പെട്ടിക്ക് പോലും 2 രൂപയായി. ചുക്കിന്, ചുണ്ണാമ്പിന്, മുളകിന്, കൊത്തമ്പാലിന് എല്ലാത്തിനും വില കൂടി. പാലിന് വില കൂട്ടുമ്പോൾ മാത്രം ഈ നാട്ടിൽ ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന നാടായി കേരളം മാറി. ഇനി അടുത്തത്, ശബരിമലയിൽ 4 വോട്ട് നോക്കിയല്ല ഞങ്ങൾ നിലപാടെടുക്കുന്നത് കേട്ടോ. പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് എഴുന്നള്ളിപ്പിച്ച് കയറ്റിയപ്പോ പറഞ്ഞതാ 4 വോട്ട് നോക്കി ശബരിമലയിൽ നിലപാടെടുക്കുന്ന സർക്കാരല്ല ഇവിടെ കേട്ടോ. അവസാനം അവിടെ ചെന്ന് പന്തല് കെട്ടി അയ്യപ്പ സ്വാമിയെ, അയ്യപ്പ ഇങ്കുലാർ സിന്ദാബാദ് വിളിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അതിന്റെ പേരിലും അടിച്ചു മാറ്റി കുറെ ലക്ഷ്യങ്ങൾ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. മറ്റൊരു മികച്ച തള്ളൽ, 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും കേട്ടോ കേരളത്തിൽ. തൊഴിലുറപ്പിലൂടെയെങ്കിലും സൃഷ്ടിച്ചാൽ പോലും അത് കേന്ദ്ര സർക്കാരിന്റെ അതിൽ എനിക്കൊരു വിയോജിപ്പ്. അതില് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ വളരെ വലിയ ശ്രമഫലം കൊണ്ട് ഒരുപാട് പിൻവാതിൽ നിയമനങ്ങൾ നടത്തി ഒരുപാട് കമ്മ്യൂണിസ്റ്റ് തൊഴിലില്ലായ്മയിൽ കേരളത്തിന്റെ സ്ഥാനം എവിടെ നിൽക്കുന്നതെന്ന് അറിയാമല്ലോ. അതൊക്കെ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ബ്രണ്ടൻ കോളേജിൽ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ഞാൻ നടന്നിട്ടുണ്ട് കേട്ടോ. ആ വാളങ്ങ് അന്നേ മറിഞ്ഞ് വീണാ മതിയായിരുന്നു. കുട്ടനാട് പാക്കേജ് കൊണ്ടുവരും കേട്ടോ. കേട്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് തള്ളല്? പാക്കേജ് വന്നോ? ഇല്ല. ബെസ്റ്റ് തള്ളൽ. ഞാൻ തലശ്ശേരിയിൽ കലാപം നടക്കുമ്പോ കാവല് നിന്നിട്ടുണ്ട്. എവിടാ? പള്ളിക്ക്. നാട്ടുകാർ പറയുന്ന ഷാപ്പിന് കാവല് നിന്നാ. ചരിത്രരേഖകളിൽ വേറെ ആർക്കും അറിയില്ല, പുള്ളി തന്നെ പറയും. ഇന്നലെ മറ്റൊരു കഥ പറയുന്നത് മോഹൻലാലിന്റെ അടുത്ത് 10 തള്ളൽ ഞാൻ പറഞ്ഞു കേട്ടോ. ബാക്കി തള്ളലുകൾ പ്രേക്ഷകർക്ക് കമന്റ് ആയി രേഖപ്പെടും. അല്ല, ഇതിൽ ഈ 10 എണ്ണത്തിൽ ഏതെണ്ണത്തിന് വൺ ഓഫ് ദ ബെസ്റ്റ് കൊടുക്കണമെന്നാണ് എന്റെ കൺഫ്യൂഷൻ. ഈ 10 അല്ലടാ, ആയിരക്കണക്കിന് തള്ളൽ വരാറുണ്ട്. ഞാൻ ഓർത്ത് വെച്ച എഴുതി വെച്ച 10 തള്ളലങ്ങ് പറഞ്ഞതാ. ഇനി കഴിഞ്ഞ ദിവസം വേറെ തള്ളലുണ്ടായിരുന്നു. എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്? ആളുകൾ പറയുന്നത് എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് മക്കളാണ് എന്നുള്ളതാണ്. സത്യത്തില് പണ്ട് എൻ്റെ ഒരു സഹപാഠി എന്നെ കാണാമോ, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്.
അയാൾ എന്നോട് പറഞ്ഞു, വിജയ ഒന്ന് സൂക്ഷിക്കണം. എന്താ, തന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോവാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഭാര്യയോട് ഇത് പറയാൻ പറ്റുമോ? അവള് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മക്കളോട് പറയാൻ പറ്റുമോ? ഒരു പേടിച്ചു പോകും. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അവിടുത്തെ ഒരു പ്രമുഖനായ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഇത് പ്ലാൻ ചെയ്തത്. അപ്പൊ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇങ്ങനൊന്നും ചെയ്യരുത്, ഇവിടെ വലിയ കലാപം നടക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മക്കളല്ല എന്റെ വീക്ക്നെസ്. പക്ഷെ വീക്ക്നെസ് എന്താന്ന് പുള്ളി പറഞ്ഞില്ല. പുള്ളിയുടെ മക്കളെ അത് കേൾക്കുമ്പോൾ അറിയാം പുള്ളി എയിം ചെയ്യുന്നത് ആരെയാണ്? കണ്ണൂർ സിംഹത്തെയാണ്. സിംഹം വന്ന് പുള്ളിയുടെ മക്കളെ തട്ടിക്കൊണ്ടു. പിന്നെ സിംഹത്തിന് അതല്ലായിരുന്നു പണി. കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ലെന്നും പറഞ്ഞ് പുള്ളി അവിടെ ചൊലിച്ചിരിക്കുന്ന കാലത്താണ് പറയുന്നത് മക്കളെ തട്ടിക്കൊണ്ടുവന്ന് നോക്കിയത്. ആ നാറിയ പണിയൊന്നും അവിടെ ഈ പറയപ്പെടുന്ന കോൺഗ്രസ്സുകാരും ചെയ്യൂല. അന്ന് BJP ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഇല്ല. കാരണം എന്താ? ജനതാ പാർട്ടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളാ ഇയാള്. ഇനി ആ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ വലിയ ഒരുപാട് തള്ളൽ കഥകൾ എടുക്കാം. അപ്പം സതീശൻ നുണകൾക്ക് പകരം ബദലായി, രസമല്ലേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കട്ടെ, സതീശൻ നുണകൾക്ക് ബദലായി നുണറായി ഫലിതങ്ങൾ ഓൾറെഡി ഉണ്ട്. ഈ മുഖ്യ തള്ളലുകൾ എന്ന് പറഞ്ഞിട്ടൊരു പേജ് കൂടി ഈ സതീശന്റെ നുണകളൊന്നും പറഞ്ഞാൽ VD സതീശൻ ജനഹൃദയങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥാനമൊന്നും പോകാൻ പോകുന്നില്ല. അല്ല, സതീശന് കൈരളി ചാനലില് ചോദിച്ചു, അങ്ങ് പോവുകയാണെങ്കിൽ അങ്ങനെ കൈരളി ടിവിയുടെ സകല റിപ്പോർട്ടർമാരും ഈ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളാണ് ഏറ്റവും വലിയ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അതിൽ കാര്യമൊന്നുമില്ല. സതീശന്റെ ഇമേജ് ഒന്നും അങ്ങനെ ഒരു ക്യാമ്പയിൻ വഴിയൊന്നും കളയാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്.